ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഗോബി മഞ്ചൂരി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗോബി മഞ്ചൂരി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോബി ഇന്നലെ രാത്രി ഫ്രൈ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് രാവിലെ എന്തായാലും നടക്കില്ല. അപ്പം ഞാൻ ഇന്നലെ രാത്രി തന്നെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വെജിറ്റബിളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസിന് ആവശ്യമായ വെജിറ്റബിളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ വെളുത്തുള്ളി മാത്രമേ ഇന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തില്ല കേട്ടോ. അപ്പം ഞാൻ എല്ലാ വെജിറ്റബിളും വഴറ്റിയ ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത ഗോബി ഇട്ട് കൊടുത്തു. അതിന് മുന്നേ തന്നെ ചില്ലി സോസും അതുപോലെ തന്നെ സോയാ സോസും ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാട്ടോ. ഡ്രൈ അല്ല, ഇച്ചിരി ഗ്രേവി പോലെയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ആക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഇതുപോലെ വെജിറ്റബിളൊക്കെ എണ്ണയിൽ ഇതുപോലെ വഴറ്റിയ ശേഷം ആദ്യം വെളുത്തുള്ളി ഇട്ട് വഴറ്റിയിട്ടാട്ടോ എണ്ണയിൽ ഇതൊക്കെ വഴറ്റുന്നത്. അതിന് ശേഷം കുറച്ചൊന്ന് വെജിറ്റബിൾ വാടിയല്ലേ, അതായത് നല്ലോണം അത് വെന്ത് ഇതാവേണ്ട, കുറച്ചൊന്ന് ഇതായ ശേഷം ഞാനതിലേക്ക് മുട്ട ഒന്ന് ചിക്ക് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തു, സോയാ സോസ് ഒഴിച്ചു കൊടുത്തു, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ഞാൻ മേടിച്ചതാണ്, ഈ ഒരു ചെറിയ പാക്കറ്റ് മാത്രം. കാരണം അധികം മേടിച്ചു വെച്ചാൽ ഇവരൊരു ചെറിയ മക്കളെടുത്ത് അധികം കഴിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അധികം. അത് കഴിഞ്ഞ് ഇതൊക്കെ വഴറ്റിയ ശേഷം ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ച ചോറാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ബസുമതി റൈസും നല്ല ഇട്ട് കൊടുക്കുന്നത്, ബിരിയാണി റൈസാണ്, പക്ഷേ അതിന് ഫ്ലേവർ ഇല്ലാത്തൊരു തരം ബിരിയാണി റൈസാട്ടോ ഇതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലും ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ചെറുതായി ഒന്ന് വേവിച്ചിട്ട് അതവിടെ ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് രാവിലത്തേക്കുള്ള കടിയാക്കണം. ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് ആക്കാമെന്ന്. റവ ഉപ്പുമാവാണ് ആക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റവ ഉപ്പുമാവിന് വേണ്ടിയിട്ട് വെജിറ്റബിളൊക്കെ ആദ്യം ചോപ്പ് ചെയ്ത ശേഷം ഇതുപോലെ കടുക് പൊട്ടിച്ച് അതിൽ വഴറ്റിയെടുക്കുകയാട്ടോ ചെയ്യുന്നത്. വെജിറ്റബിൾ ഞാൻ ക്യാരറ്റും സവാളയും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ആട്ടോ ഒരുമിച്ച് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക്. അങ്ങനെ വഴറ്റിയ ശേഷം 1 കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ തൊട്ടിപ്പുറത്തെ ചായക്കും വെച്ചിട്ടുണ്ട്. ലാസ്റ്റാണ് കേട്ടോ ഞാൻ ചായേൻ്റെ കടിയൊക്കെ റെഡിയാക്കാറ്. കാരണം എന്നാൽ കുറച്ച് ചൂടോടെ കഴിക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ ഇന്നലത്തെ ചെറുപയർ കറി ഉണ്ടായിരുന്നു, അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു, തണുത്തിട്ടാകുമ്പോൾ ഇതിനൊപ്പം കഴിക്കാമെന്ന് വെച്ചിട്ട്. പക്ഷേ ഞാൻ ഗോബി മഞ്ചൂരി കൂട്ടിയിട്ടാട്ടോ തിന്നത്. അത് കഴിഞ്ഞ് പിന്നെ ദിയമോളിന്ന് ഉണർത്തി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ ബാത്റൂമിൽ പോയി കുളിച്ച് റെഡിയായി വന്ന് ഇതാ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ട ഗോബി മഞ്ചൂരി കൂട്ടിയിട്ട് ബിരിയാണിയും കഴിച്ച് പിന്നെ നേരെ ഓഫീസിലേക്ക് വിട്ടു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.